ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു JM ജേണി. നടികർ തിലകം, അതിൽ തിലകം എന്നുള്ളത് ഒഴിവാക്കി നടികർ ലാൽ ജൂനിയറിന്റെ സിനിമ, നമ്മുടെ ടൊവിനോ തോമസ് നായകനായിട്ട് വരുന്ന സിനിമ. ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകളോ ഇതെന്താ സംഭവം ഒരു പിടിയില്ലാത്തൊരു സാധനമാണ്. എന്തായാലും ഫൈനലി ടീസർ വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഇതെന്താണ് സാധനം എന്ന് തീർച്ചയായിട്ടും ഒരു പിടി കിട്ടും. ഇത് വിശ്വസിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ടീസർ കാണാൻ പോവുകയാണ്. റൈറ്റ്, എന്താ മോനെ? ഒരു നഗരത്തിൽ അനീതി നടന്ന അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം. ഇവിടെ അനീതി നടന്നത് എന്റെ കുടുംബത്താണ്. കലാപം നടന്നിരിക്കും. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ. What's next? No phones, no calls, no cinema. Just booze, dance, കുന്തളിപ്പ്, കലാപരിപാടികൾ and finally എന്റെ കരിയർ നശിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്യാന്ന്. ഇമാരി ഓൾഡ് സ്കൂൾ മേക്കേഴ്സിന്റെ പടമൊന്നും കമ്മിറ്റ് ചെയ്യേണ്ടത് നീ എത്ര പറഞ്ഞിട്ടുണ്ട്? റീസെന്റ് 2-3 പടം പൊട്ടിങ്ങളും മാറ്റി നിർത്തിയ ഒന്നുമില്ല. ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? താങ്കളൊരു ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത വെറും സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ്. ഡേവിഡ് പടിക്കൽ എന്ത് പഠിക്കല്? ആരുടെ പഠിക്കല്? നിന്റെ അച്ഛനാണ് പഠിക്കല്. ഉണ്ണി മുകുന്ദൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഏട്ടായിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആഹാ, ഇത് ഡ്രൈവിംഗ് ലൈസൻസ്, ഹണീബി, പിന്നെ ഏതൊരു സിനിമയിൽ കണ്ടു. ഇതിന്റെ ഒക്കെ കൂടെയാണ് വരുന്നത്. ഒരു തല്ലുമാല ഇഫക്റ്റ് ഉണ്ട്. ഒന്ന് കാരണം പുള്ളിന്റെ ഒരു ഇതിനതിൽ പറയാം, നിങ്ങൾ വെറും ഒരു അല്ലെ ആ ഒരു എന്താ പ്രസ് മീറ്റിൽ ആ ലേഡി പറയുന്ന ഇതൊക്കെ ഒന്നുമില്ലാത്തൊരു മണ്ടൻ ഗുണാപ്പിയാണ് എന്നുള്ള രീതിയിലുള്ള സംസാരം. രണ്ട് മൂന്ന് പടങ്ങൾ ചെയ്തൊക്കെ പൊട്ടിയുള്ള ഒരാള്, പക്ഷെ നല്ല കുന്തളിപ്പ്, ഇവൻ തന്നെ പറഞ്ഞ പോലെ നല്ല കുന്തളിപ്പ് കാണിക്കുന്ന, ജാട കാണിക്കുന്ന ഒരു നടൻ. പുള്ളി ഏതൊരു സിനിമ ഫൈനലി ഏറ്റെടുക്കുന്നു, അതിലെന്തോ പ്രശ്നം വരുന്നു, ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ആൻഡ് സലീം കുമാറിന്റെ മകൻ, പുള്ളിക്കാരുടെ പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല, പുള്ളി പൊളിച്ചു. ഒരൊറ്റ സീനിൽ തന്നെ അത് പൊളിച്ചു. ആനി കുട്ടിയെ സ്നേഹിക്കുന്ന പോലെ ആ ഡയലോഗിലാണ് പറഞ്ഞത്. ഉണ്ണിമന്ദൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ചേട്ടായിക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുമോ? കിട്ടില്ല സാധനം. ആൻഡ് മ്യൂസിക്, BGM, ഇതിന്റെ ഷോട്ടുകള്, മൊത്തത്തിൽ ഒരു ജഗപൊക സിനിമ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ജഗപൊക സിനിമ വരാറുണ്ട്. അത് മൊത്തം നമുക്കൊരു പിടുത്തം കിട്ടില്ല. എല്ലാം ഇതിന് നല്ലോണ്ടോ, നല്ല ബീറ്റും മ്യൂസിക്കും. അങ്ങനെ നമ്മൾ ആ സിനിമയിൽ തിയേറ്ററിലൊക്കെ എന്ത് കാണുമ്പോൾ ഫുൾ എന്താ മനസ്സിലാവാത്ത രീതിയിൽ ഒരു പടം ഉണ്ടാവുമല്ലോ. ചില ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുമ്പോൾ ഫുൾ ഭയങ്കര ഫയർ പരിപാടികൾ. അങ്ങനത്തെ ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് സംഭവം തന്നെ, പുള്ളി ഒരു നടനാണ്. ഈ പടിക്കൽ എന്നൊക്കെ പുള്ളി തന്നെ അഹങ്കാരത്തിന് വേണ്ടി ഡേവിഡ് പടിക്കലിന് ഇട്ട സാധനമാകാനാണ് സാധ്യത. അങ്ങനെ അതിൽ അഹങ്കരിച്ച് ജാട കാണിച്ച് നടക്കുന്ന ഒരാൾ, അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചില പ്രത്യേകതയുള്ള സംഭവങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവാം. എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒക്കെ ടീം വന്നിട്ടുണ്ടെന്നാണ് വരുന്നത്, എനിക്ക് അറിയില്ലായിരുന്നു. മൊത്തത്തിൽ ടീച്ചർ പൊളി സാധനം, അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ട്രെയിലർ കൂടെ വരുമ്പോൾ ചിലപ്പോൾ കിടന്ന സിനിമയായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള സംഭവങ്ങളോ വിവാദമായതിനു ശേഷം ഈ സിനിമ ഭയങ്കര അധികം ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. കാരണം നടികർ തിലകം കൊടുത്തപ്പോൾ MGRും ആ വിഷയങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരികയും അവർ സ്റ്റേ കൊടുക്കുകയും പേരിനെതിരെ വിഷയങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ഈ തിലകം എന്നുള്ളത് ഒഴിവാക്കി നടികർ എന്ന് മാത്രമാക്കിയ സിനിമയാണ്. സോ അത് ആ ഒരു സമയത്താണ് കൂടുതൽ ശ്രദ്ധ ഈ സിനിമയ്ക്ക് വരുന്നത്. പിന്നെ ടോവിനോ നടനായി വരുന്ന മറ്റ് സിനിമകൾ കിട്ടുന്ന ഒരു സംഭവമൊന്നും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹൈപ്പോ മറ്റു കാര്യങ്ങളോ ഇവരതിന് കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണ്ടി വരും പറയാൻ. കാരണം മറ്റുള്ള സിനിമകളൊക്കെ ഇപ്പോൾ അന്വേഷിപ്പിച്ച് കണ്ടെത്തും, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കുറെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ എന്തിനു പറയണം, ഈ ARR ഏതായിരുന്നു നമ്മുടെ ARR അല്ലേ ആ സിനിമ, ആ സിനിമ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ നടികർ തിലകത്തിന് 1-2 പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നില്ലാതെ കൂടുതൽ എന്താണ് ഈ സംഗതി, എന്തിന് ബേസ് ചെയ്താണ്, ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും പുറത്തു വന്നിട്ടില്ല. അധികം ആളുകളൊന്നും ഇതിനകത്ത് ഒരുപാട് റിവ്യൂ ചെയ്യുമോ, ഇതിനെ കുറിച്ച് സംസാരിക്കും ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ ഈ ടീസർ ഇത് മതി, ഇത് കിടിലൻ സാധനം, ഇതൊരു പക്ക ഒരു എന്റർടൈനിങ് സംഭവമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൂടുതലും ഒരു വൈബ് വന്ന ഒരു തല്ലുമാല വൈബാണ് വന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് എത്തരത്തിലുള്ള ഒരു വൈബാണ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾക്ക് ഈ ടീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പ്രതീക്ഷ ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഈ ടീച്ചർ വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ഡേറ്റ് കാണാം. കാണുന്നവരെ.